ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? 2 ദിവസമായിട്ട് ആരോ റീഡിങ് എടുത്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഇന്നലെ പിന്നെ അമാവാസ്യ തൊട്ടാണ്ടോ എടുക്കാണ്ടത്. തലേന്ന് എന്തെടുക്കാൻ ഞാൻ എന്തോ തിരക്കിപ്പെട്ടു. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വളരെ വൈകി. അപ്പോൾ പിന്നെ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചോദിക്കാം ടാരോനോട്? നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നതിന് ഒരു ലക്ഷ്യമുണ്ട് അല്ലേ? നമ്മുടെ സോളിനൊരു പർപ്പസ് ഉണ്ട് ഈ ഭൂമിയിൽ. അതെന്താണെന്ന് നമുക്ക് ഇന്ന് ടാരോനോട് ചോദിച്ചാലോ? അപ്പോൾ എല്ലാവരും മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആക്കി വയ്ക്കുക. സ്ട്രെസ് എല്ലാം ദൂരെ മാറ്റി വയ്ക്കുക. ഫോക്കസ് ചെയ്യുക. ടാരോനോട് ചോദിക്കുക, ടാരോ എൻ്റെ സോളിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ ടാരോനോട് പ്രേ ചെയ്യുക. എന്നോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരും കണ്ണടയ്ക്കുക. മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആക്കി വയ്ക്കുക. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. ബ്രീത്ത് ഔട്ട്. മൈൻഡിൽ ചോദ്യം ചോദിക്കുക കേട്ടോ. വാട്ട് ഈസ് മൈ സോൾ പർപ്പസ്? അപ്പോൾ നിങ്ങളുടെ എനർജി ഞാൻ ടാരോയിലേക്ക് എനർജി പാസ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇതിൽ മെജർ ആർക്കാനയാണ് എടുത്തേക്കുന്നത്. മൈനർ ആർക്കാന എടുത്തില്ല. മെജർ ആർക്കാന വെച്ചിട്ട് നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റും. അപ്പോൾ മെജർ ആർക്കാന വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രേ ചെയ്യാം. ഞാൻ നിങ്ങളുടെ എനർജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകട്ടോ. ഷഫിൾ ചെയ്യാം. സോളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുമ്പോൾ വിഷമം വിചാരിക്കരുത്. എൻ്റെ ഗുരുനാഥ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ടാരോ ഒരിക്കലും പോസിറ്റീവ് കാർഡ്സ് അല്ല. അതിൽ പോസിറ്റീവ് കാർഡ് മാത്രം വരില്ല. കാരണം ഒരു മനുഷ്യന് ജന്മം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ അനുഭവിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ സോളിനെ പ്യൂർ ആക്കുവാനുമാണ്. അപ്പോൾ കൂടുതലും ഒരു 80-90% ടാരോ കാർഡ്സും നമുക്ക് നല്ല റീഡിങ് ആയിരിക്കില്ല തരുന്നത്. കാരണം ടാരോ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ് അല്ലേ? കോംപ്ലിക്കേറ്റഡ് ലൈഫാണ് മനുഷ്യൻ്റെ. അപ്പോൾ ഇതിൽ ടാരോ എന്താണ് പറയുന്നത് വെച്ചാൽ, ലവേഴ്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടായി, അതിൽ നിന്ന് കുറേ തിരിച്ചറിവ് വന്ന് ചതിക്കപ്പെട്ട് അതിൽ നിന്നൊക്കെ ആ ആത്മാവിന് സോളിന് കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ഒരു തിരിച്ചറിവുകൾ കിട്ടാനുണ്ട്, കുറേ ബന്ധങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട്. അതാണ് പറയുക. ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞ ഒരു പ്രലോഭിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാർഡ് ഇതാക്കാം. ഇത് നോക്കാം. ഈ സ്ത്രീ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ പുറകിൽ ഒരു ട്രീ ഉണ്ട്. ആ ട്രീകളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഈ സ്ത്രീ പ്രലോഭിപ്പിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരു പ്രലോഭനത്തിൽ വീണിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പുറകിൽ ഏഞ്ചൽസ് വന്ന് അവർക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് ഡേഞ്ചറാണ്. ഈ മരത്തിൻ്റെ ഇവിടെ ഈ മരത്തിൻ്റെ ലേഡി നിൽക്കണതിൻ്റെ മരത്തിൻ്റെ അവിടെ ഒരു പാമ്പും കൂടി ഉണ്ട് കേട്ടോ. അതിൽ കാണില്ല, ഒരു പാമ്പും കൂടി ഉണ്ട്. അപ്പോൾ ആ മരം പഴത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പോവുക വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് പാമ്പിൻ്റെ കടിയേക്കും. അപ്പോൾ ഈ ഏഞ്ചൽ എന്താണ് അവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വേക്കപ്പ് ചെയ്യൂ, അത് ഡേഞ്ചറാണ്, നിങ്ങൾ ആ പ്രലോഭനത്തിൽ വീഴരുത് അന്ന് പറയുകയാണ് ആ ഏഞ്ചൽ. അതാണ് ശരിക്കും ലവേഴ്സ് കാർഡിൽ പറയുന്നത്. അപ്പോൾ ഓരോ റിലേഷൻഷിപ്പും നിങ്ങളുടെ കൂടെ വരുമ്പോഴത്തേക്കും, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തായാലും നിങ്ങളതിൽ അലേർട്ടായിട്ടിരിക്കുക. കാരണം അത് പ്രപഞ്ചം നമ്മുടെ ലൈഫിൽ കുറേ എന്താ പറയുക, റിയലൈസേഷൻ നമുക്ക് കിട്ടാനുണ്ട്. കുറേ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന, എൻ്റെ ഈ റീഡിങ് ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെ കൂടുതലും എനർജി പാസ് ചെയ്ത് പോകുന്നത് ചതിക്കപ്പെട്ട ഒരു എനർജിയാണ്. പ്രലോഭനത്തിൽ വീണ് ചതിക്കപ്പെട്ട ഒരു എനർജി. അപ്പോൾ സോളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ തിരിച്ചറിവ്, അതാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ്. അതാണ് തിരിച്ചറിവ്. കുറേ ബന്ധങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവ്. നെല്ലേത് പതിരേതെന്ന് തിരിച്ചറിയാമെന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ നെല്ലിനെ നെല്ലായിട്ടും പതിരിനെ പതിരായിട്ടും തിരിച്ചറിയാനാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും സോൾ പർപ്പസ് എന്ന് പറഞ്ഞത് അൾട്ടിമേറ്റ് പവറിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അൾട്ടിമേറ്റ് പവറിൽ എത്തിച്ചേരാൻ പറ്റുക? ഓരോ യാതനകളും ഓരോ വേദനകളും സഹിച്ച് നമ്മുടെ സോൾ പ്യൂർ ആവണം, പ്യൂറസ്റ്റ് ആവണം. ഗോൾഡ് പ്യൂർ ആവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗോൾഡ് ആദ്യം ഇരിക്കുന്ന കറുത്തിട്ടായിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കില്ല ഗോൾഡിന്. അത് എപ്പോഴാണ് ഷൈനിങ് ആവുന്നത്? ഓരോ തീ കൂടി ഉരുക്കി എടുത്തിട്ടല്ലേ ഗോൾഡിന് അത്രയും ഷൈനിങ് വരുന്നത്.
സെയിം അത് തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫും. ഓരോ പ്രശ്നങ്ങളും ഓരോ വേദനകളിലും കൂടി കടത്തി തന്നെ നമുക്കതിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതിൽ തിരിച്ചറിവ് വേണം. ബന്ധങ്ങളിൽ തിരിച്ചറിവ് നിങ്ങൾ അറിയേണ്ട സമയമാണ്. അറിയണം ചതിയേത് നെല്ലേത് പതിരേതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്നാണ് ടാരോ പറയുന്നത്. നമ്പർ 6 എന്ന് പറയുന്നത് നമ്മുടെ ശത്രു, ചെറിയ കടങ്ങൾ, അതൊക്കെയാണ് 6 പറയുന്നത്. 6, 8, 12 ഇതെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ലൈഫ് സൈക്കിളിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 എന്ന് പറയുന്നത് ചെറിയ കടം, ചെറിയ രോഗം, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇൻ ഫ്യൂച്ചറിൽ. അപ്പോൾ കടങ്ങളൊക്കെ ഒന്നും വരുത്താണ്ടിരിക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആക്കുക, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുക, എനർജീസ് ലോ ആവാതെ ശ്രദ്ധിക്കുക, ഇമോഷൻസിന് ബാലൻസ് ചെയ്യുക. നമ്മുടെ യൂണിവേഴ്സ് തരുന്ന ഓരോ ഗൈഡൻസും അതിനെ റീഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എന്ത് ചോദിച്ചാലും ഈ യൂണിവേഴ്സ് നമുക്ക് ആൻസർ തരുന്നുണ്ട്. പക്ഷെ അതിനെ ഡീകോഡ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പണിയാണ്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ സോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് സയൻസ് കാണിച്ചു തരും. അതിനാണ് നിമിത്തം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഡീകോഡൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ വേണ്ടി വരും നിങ്ങളുടെ ഈ ലൈഫിൽ. നല്ലതിന് നല്ലതായും ചീത്തയെ ചീത്തയായും വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിവ് വരും. അതിനാണ് നിങ്ങളുടെ ആത്മാവ് ഇത്ര പെയിൻഫുൾ പ്രൊസീജിയേഴ്സിൽ കൂടിയൊക്കെ പോകുന്നത്. ഇത്ര വേദനകളിലൂടെ, ഇത്ര മനോവിഷമത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് തിരിച്ചറിവ് നമുക്ക് എപ്പോഴാണ് വരാം? നമ്മൾ ആ അൾട്ടിമേറ്റ് പവറിൽ, യൂണിവേഴ്സൽ പവറിലേക്ക് നമ്മൾ അടുക്കും തോറും നമുക്ക് കൂടുതൽ തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലോക്കേജസ്, യൂണിവേഴ്സൽ പവറിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ബ്ലോക്കേജസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ബന്ധങ്ങൾ, ഡിറ്റാച്ച്മെൻറ്റ്. ബുദ്ധൻ കണ്ടിട്ടില്ലേ? അറ്റാച്ച്മെൻ്റ് അല്ല, ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയില്ലേ? അപ്പോൾ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്കുള്ള സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. നല്ല ബന്ധങ്ങൾ തിരിച്ചറിയുക. നമുക്ക് ചതിക്കുഴിയാവുന്ന, നമ്മളെ കുഴിയിൽ വീഴ്ത്താൻ പറ്റുന്ന, നമ്മളെ മനസ്സ് വിഷമിപ്പിക്കുന്ന, നമ്മളെ എന്താ പറയുക, ചീറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ നിന്നും പോയിപ്പെടാണ്ടിരിക്കുക. അതാരും ആയിക്കോട്ടെ, വാട്ടെവർ, അത് നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, വാട്ടെവർ, ഏത് റിലേഷൻഷിപ്പിൽ നിന്നും തിരിച്ചറിവ് നേടണം. അതിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അതാണ് ടാരോ പറയുന്നത്. എൻ്റെ ടാരോ ഒരിക്കലും കള്ളം പറയില്ല, കറക്റ്റാണിത്. നിങ്ങളുടെ എനർജി പോകുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഈ എനർജി കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഈ ടാരോ കാർഡും ഏഞ്ചൽസ് തന്നെയാണ്. യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല തരത്തിലാണ്, പല മീഡിയത്തിലാണ്. ചിലവർ ധ്യാനത്തിലൂടെ, ചിലവർ യോഗയിലൂടെ, അങ്ങനെ പല പ്രാക്ടീസസ് ഉണ്ട്. ഇതും ടാരോയും ഒരു യൂണിവേഴ്സൽ ടൂള് തന്നെയാണ്. എനിക്ക് ടാരോയിൽ കൂടിയാണ് യൂണിവേഴ്സൽ പവർ കണക്ട് ആവുന്നത്. ഞാൻ അതേ കൂടെ റീഡ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് ശ്രദ്ധിക്കുക, അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ചിരിച്ചിട്ടിരിക്കുക. ഞാനെപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റാ.